നമസ്കാരം, വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, ഏറ്റവും പുതിയ വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ ബെല്ലൈക്കണും നിൽക്കുക. ഇനി ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റിലേക്ക് വരാം. നമുക്ക് മെയിൽ കിട്ടിയ ഒരു മെയിലിന് മറുപടിയായിട്ടാണ് വരുന്നത്. മെയിൽ എന്താണെന്ന് വെച്ചാൽ, മെയിൽ അയച്ച വ്യക്തിയുടെ വാഹനം പുള്ളി സെക്കൻഡ് ഹാൻഡായിട്ട് മേടിച്ചതാണ്. ആ വാഹനം കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ ക്ലെയിം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. പുള്ളി അയച്ചതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ഇൻഷുറൻസിൻ്റെ പേര് മാറ്റിയിട്ടില്ല, ആർ സിയിൽ പേര് മാറി കിട്ടിയിട്ടുള്ളൂ. ഇതായിരുന്നു ചോദ്യം. അതിന് വ്യക്തമായ ഉത്തരം പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ ആൻസറിലേക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റുള്ളൂ. ആർ സി പേര് മാറാൻ കൊടുത്താൽ അത് കിട്ടി 14 ദിവസത്തിനകം, എൻഡോസ് ചെയ്ത് നമ്മുടെ കിട്ടി 14 ദിവസത്തിനകം ഇൻഷുറൻസിലെ പേര് മാറണം. ഈ ഇൻഷുറൻസിലെ പേരും ആർ സിയിലെ പേരും കറക്റ്റായാൽ മാത്രമേ, അഡ്രസ്സും കറക്റ്റായാൽ മാത്രമേ ഇൻഷുറൻസ് ഫുള്ളായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം, ഇൻഷുറൻസ് കിട്ടുമോ എന്നുള്ളതാണ്. തേർഡ് പാർട്ടി കിട്ടും. പഴയ ഇൻഷുറൻസിൻ്റെ പേരിൽ തേർഡ് പാർട്ടി ക്ലെയിം ചെയ്യാം. കിട്ടാത്തത് ഓൺ ഡാമേജ്, വാഹനത്തിൻ്റെ ഡാമേജ് കിട്ടുകയില്ല. ഇൻഷുറൻസിൽ പേര് മാറിയില്ല, വ്യത്യസ്തമായ പേരുകളാണ്, ഓൺ ഡാമേജ് ക്ലെയിംസ് കിട്ടുകയില്ല വാഹനത്തിൻ്റെ. ഇനി അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ആർ സി എൻഡോസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആർ സി കിട്ടി 14ാമത്തെ ദിവസം ഇൻഷുറൻസ് ഓഫീസിൽ നമ്മൾ ഈ ആർ സിയുടെ കോപ്പി, ഇൻഷുറൻസ്, നമ്മുടെ ID പ്രൂഫ്, അഡ്രസ്സ് തെളിയിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അതും കൂടെ കൊടുത്ത് ഇൻഷുറൻസ് ഓഫീസിൽ കൊടുത്താൽ ചെറിയ എന്തോ ഒരു ഫീസുണ്ട്, ആ ഫീസും അടച്ചു കൊടുത്താൽ 1 മണിക്കൂറിനകത്ത് തന്നെ ആർ സി ഇൻഷുറൻസിൻ്റെ പേര് മാറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതെല്ലാവരും ചെയ്യണം, മറക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള മേജർ ആക്സിഡൻസുകൾ പറ്റിയാൽ വാഹനത്തിൻ്റെ അപകടം സംഭവിച്ച, ഡാമേജ് സംഭവിച്ചത് ക്ലെയിം കവർ ആവുകയില്ല. തേർഡ് പാർട്ടിക്ക് ഉണ്ടാവുന്ന നഷ്ടം മാത്രമേ അതിനകത്ത് കവർ ആവുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം ചോദ്യത്തിനുള്ള ആൻസറായി, ഇൻഷുറൻസ് പേര് മാറ്റിയില്ലെങ്കിൽ തേർഡ് പാർട്ടി ക്ലെയിംസ് ലഭ്യമാണ്, ഓൺ ഡാമേജ് ലഭ്യമല്ല. ഇത് രണ്ടുമാണ് ആ ചോദ്യത്തിനുള്ള ആൻസർ ആയിട്ടുള്ളത്. ഇൻഷുറൻസ് പേരും അല്ലാതെ തേർഡ് പാർട്ടി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അതൊരു കോടതി വെർഡിക്റ്റ് ഉണ്ട്. തേർഡ് പാർട്ടി എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ അതുമായി കേസിന് പോയി കേസിൻ്റെ വിധി തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ വിധി വന്നാൽ മാത്രമേ തേർഡ് പാർട്ടി ക്ലെയിം കിട്ടുകയുള്ളൂ. തേർഡ് പാർട്ടി ക്ലെയിമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നേ ഉള്ളൂ. അപ്പോൾ തേർഡ് പാർട്ടി പോസിബിൾ ആണ്, കിട്ടും എന്നുള്ളത്. പക്ഷേ കോടതി മുഖാന്തരം മാത്രമേ കിട്ടൂ എന്നുള്ളതും കൂടെ നിങ്ങളെ അറിയിക്കുന്നു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും അറിവ് തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.